ഹായ് ഡിയേഴ്സ്, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മഹാരാഷ്ട്രൻ പലഹാരമായ ബക്കർവാടി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് 1 ഗ്ലാസ് മൈദ, 2 ടേബിൾ സ്പൂൺ കടലമാവ്, പിന്നെ കുറച്ച് ഉപ്പുമിട്ട് നല്ലപോലെ കുഴയ്ക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒന്നുകൂടി കുഴയ്ക്കണം. ചെറുതായി ഒന്ന് പിടിക്കുമ്പോൾ ഷേപ്പ് കിട്ടണം, അതാണ് അതിൻ്റെ പാകം. ഇനി ഇതിലേക്ക് അല്പാൽപ്പം വെള്ളമൊഴിച്ച് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ കുഴയ്ക്കുക. പക്ഷേ മാവ് ചപ്പാത്തിയേക്കാളും കുറച്ചുകൂടി ടഫായിരിക്കണം. ഈ മാവിനെ ഇനി നനഞ്ഞ ഒരു തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതിന് നമുക്കൊരു സോസ് ഉണ്ടാക്കണം. അതിന് നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, ഒരച്ച് വെല്ലം, കുറച്ച് വെള്ളവും ഒഴിച്ച് തിളപ്പിക്കുക. എന്നിട്ട് നമുക്കതിനെ അരിച്ചെടുക്കണം. നല്ല തിക്ക് സോസായിരിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പും 1 നുള്ളു ജീരകപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം, 1 ടേബിൾ സ്പൂൺ പച്ചമല്ലി, 3/4 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള്, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് ഇട്ട് നല്ല മുരിഞ്ഞ് വരുമ്പോൾ നല്ല മണം വരും. അപ്പോൾ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/4 ടീസ്പൂൺ കായം, 3/4 ടീസ്പൂൺ ഉപ്പും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് തണുത്ത ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഒരുപാട് അരഞ്ഞു പോകരുത്, തരിതരിപ്പായിരിക്കണം മസാല. കുഴച്ചു മാറ്റി വെച്ച മാവെടുത്ത് അതിലേക്ക് കുറച്ച് എണ്ണ തൂവി വീണ്ടും ഒന്നുകൂടെ കുഴയ്ക്കുക. ഇതിനെ ഒരു സിലിണ്ടറിക്കൽ ഷേപ്പാക്കി 2 പീസായി മുറിച്ച് അതിനെ ഒന്നിന് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തണം. റെക്റ്റാങ്കിൾ ഷേപ്പിൽ വേണം പരത്തിയെടുക്കാൻ. ബക്കർവാടി മധുരവും പുളിയും എരിവും ചേർന്ന ഒരു ക്രിസ്പി പലഹാരമാണ്. അതിപ്പോൾ നമ്മുടെ നാട്ടിലും സുലഭമാണ്. ഇനി നമ്മുടെ പരത്തിയത് 4 സൈഡും മുറിച്ച് ഒരു നല്ല ചന്തമുള്ള റെക്റ്റാങ്കിളാക്കുക. ഇതിന് മീതെ 2 ടേബിൾ സ്പൂൺ പുളി സോസ് ഒഴിച്ച് എല്ലാവിടെയും ഒന്ന് തേച്ച് കൊടുക്കണം. 4 സൈഡും കുറച്ച് സ്പേസ് വിടണേ. അതിന് മുകളിലേക്ക് നമ്മളുടെ മസാലപ്പൊടി നല്ല തിക്കായി ഇടണം. 4 സൈഡിലും ഒരല്പം വെള്ളം തേച്ച് ഒരു സൈഡിൽ നിന്നും നമുക്ക് റോൾ ചെയ്ത് തുടങ്ങാം. ആ മസാലപ്പൊടി ഒന്ന് റോളർ പിൻ വെച്ച് ഒന്ന് റോൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിനുശേഷം നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്ത് എൻഡിലെത്തുമ്പോൾ വിരൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് തിന്നാക്കുക. എളുപ്പത്തിൽ ഒട്ടിപ്പിടിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ശേഷം വെള്ളം വെച്ച് നല്ലപോലെ ഒട്ടിച്ച് മെല്ലെ ഒന്ന് റോൾ ചെയ്യുക. നല്ല ടൈറ്റ് ആവാനാണിത്. എന്നിട്ട് 2 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞ ശേഷം ബക്കർവാടിയുടെ ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം. നോക്കൂ, ഓരോ ബക്കർവാടിയിലും വീലിൻ്റെ ഷേപ്പ് നല്ല വൃത്തിയായി കാണുന്നില്ലേ? ഇനി ഓരോന്നെടുത്ത് 2 വിരൽ കൊണ്ട് അമർത്തി അതിനെ ഒരു പ്ലേറ്റിലേക്ക് വയ്ക്കുക. ഇതുപോലെ എല്ലാ ബക്കർവാടിയും ചെയ്ത ശേഷം മുകളിലെ മസാലയൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അടുത്ത പീസ് വെച്ച് നമുക്ക് ഇതേപോലെ ബക്കർവാടി ഉണ്ടാക്കിയെടുക്കാം. എല്ലാ പ്രൊസീജിയറും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇനി ഒന്നുകൂടെ കാണാം. മനസ്സിലാക്കാൻ അപ്പോൾ ഒന്നുകൂടെ എളുപ്പമായിരിക്കും. മഴക്കാലത്ത് ഇതുപോലുള്ള പലഹാരങ്ങൾക്ക് ഇവിടെ വൻ ഡിമാൻഡാണ്. എരിവും പുളിയും ക്രിസ്പിനെസ്സുമുള്ള പലഹാരങ്ങൾ ചായയ്ക്ക് അടിപൊളിയാണ്. എല്ലാ പീസും ഒരേ ഷേപ്പിൽ കട്ട് ചെയ്ത് പ്ലേറ്റിൽ വയ്ക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് വേണം നമുക്ക് ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ ഒന്ന് മീഡിയം ടു ലോ ഫ്ലെയിമിലേക്കിട്ട് കുറച്ച് ബക്കർവാടികൾ മാത്രം അതിനകത്തേക്ക് ഇടുക. ഉടനെ ഇളക്കരുത്. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം മാത്രം തിരിച്ചിടാവൂ. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് ഗോൾഡൻ കളർ ആകുമ്പോൾ കോരിയെടുക്കാം. ആദ്യം എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അതിനുശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. അല്ലെങ്കിൽ പുറംഭാഗം മാത്രം മൊരിഞ്ഞു വരികയും അകം വേവാതാവുകയും ചെയ്യും. കോരിയെടുക്കുമ്പോഴും എണ്ണയ്ക്ക് നല്ല ചൂട് വേണം. അപ്പോൾ നമ്മുടെ പലഹാരം ഒട്ടും എണ്ണ കുടിക്കില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള ബക്കർവാടി റെഡി ആയില്ലേ? അപ്പോൾ നമുക്കും നമ്മുടെ വീട്ടിൽ ബക്കർവാടി ഉണ്ടാക്കാം. താങ്ക് യു.